ബ്രില്യൻസ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഇവിടെ നോക്കാൻ പോകുന്നത് NIOS ആൻസർ ഷീറ്റിൻ്റെ ഫ്രണ്ട് പേജിൻ്റെ മോഡലാണ്. അപ്പോൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഇന്നിപ്പോൾ എക്സാം എഴുതാൻ പോകുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. അപ്പോൾ അവർക്കൊരു ആൻസർ ഷീറ്റ് കിട്ടുന്ന സമയത്ത് അതിൻ്റെ ഫ്രണ്ട് പേജ് എങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടത് എന്നുള്ള കാര്യമാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. അപ്പം ഫ്രണ്ട് പേജിൽ ആദ്യം തന്നെ നമുക്കിവിടെ കാണാൻ കഴിയുക സബ്ജക്റ്റ് എന്ന് പറഞ്ഞൊരു കോളായിരിക്കും. അപ്പോൾ നമ്മൾ ഏത് എക്സാം ആണോ എഴുതാൻ പോകുന്നത് ആ സബ്ജക്റ്റാണ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഇംഗ്ലീഷ് ആണെങ്കിൽ നമ്മൾ സബ്ജക്റ്റിൻ്റെ കോളത്തിൽ നമ്മൾ ഇംഗ്ലീഷ് എന്നാണ് ഫില്ല് ചെയ്യേണ്ടത്. പിന്നെ അതിനുശേഷം തൊട്ട് താഴെയായിട്ടുണ്ടാകുന്ന കോളം എന്ന് പറയുന്നത് സബ്ജക്റ്റ് കോഡാണ്. സബ്ജക്റ്റ് കോഡ് നമുക്ക് എന്തെങ്കിലും കാരണവശാൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ഹോൾ ടിക്കറ്റിൻ്റെ അകത്ത് എന്തുണ്ടാവും, സബ്ജക്റ്റിൻ്റെ കോഡും സബ്ജക്റ്റും ഉണ്ടാവും. അപ്പോൾ അത് ശ്രദ്ധിച്ചാൽ മതി. ഇപ്പോൾ ഇംഗ്ലീഷ് എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ കോഡ് വരുന്നത് 302 ആണ്. അപ്പോൾ സബ്ജക്റ്റ് കോഡിൻ്റെ സ്ഥലത്ത് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത് 302 എന്നാണ്. ഓക്കെ, 302 ആണ് വരുന്നത്. പിന്നെ ലാംഗ്വേജ് ഓഫ് ആൻസർ എന്ന് പറയുന്നത് നമ്മൾ ഏത് ലാംഗ്വേജിലാണോ ആൻസർ ചെയ്യുന്നത് അതാണ് അവിടെ മെൻഷൻ ചെയ്യേണ്ടത്. നമുക്ക് പൊതുവേ 2 ലാംഗ്വേജിലാണ് നമ്മൾ ആൻസർ ചെയ്യുക. ഒന്നുകിൽ ഇംഗ്ലീഷ് ആയിരിക്കും അല്ലെങ്കിൽ മലയാളമായിരിക്കും. അപ്പോൾ നമ്മൾ ഏത് ലാംഗ്വേജ് ആണോ സെലക്ട് ചെയ്യുന്നത് അതാണ് നമ്മൾ അവിടെ എന്ത് ചെയ്യേണ്ടത്, മെൻഷൻ ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ ഇംഗ്ലീഷ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജിലാണ് എന്ത് ചെയ്യാൻ പറ്റുക, ആൻസർ ചെയ്യാൻ പറ്റുക. അത് നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നു, ഫില്ല് ചെയ്യുന്നു. പിന്നെ അതിൻ്റെ തൊട്ടടുത്തായിട്ട് നമുക്ക് എന്ത് കാണാം, ഡേറ്റ് എന്ന് പറയുന്ന ഒരു കോളം കാണാം. അതായത് നമ്മൾ ഏത് ഡേറ്റിനാണോ എക്സാം എഴുതുന്നത് ആ ഡേറ്റും കൃത്യമായിട്ട് എന്ത് ചെയ്യണം, നമ്മുടെ ആൻസർ ഷീറ്റിൽ മെൻഷൻ ചെയ്യണം. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇന്നത്തെ ഡേറ്റ് ആണെങ്കിൽ 22/4/2024 ഈ ഡേറ്റും നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നു, ഫില്ല് ചെയ്യുന്നു. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ ഫസ്റ്റ് തന്നെ ഫില്ല് ചെയ്യേണ്ട കാര്യങ്ങൾ സബ്ജക്റ്റ് കോഡ്, ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ, ലാംഗ്വേജ് ഓഫ് ആൻസർ. ഇപ്പോൾ ലാംഗ്വേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് ഭാഷയിലാണോ നമ്മൾ എക്സാം എഴുതുന്നത് അതാണ് നമ്മൾ അവിടെ ഫില്ല് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി റൈറ്റ് കോഡ് നമ്പർ ആസ് പെർ ക്വസ്റ്റ്യൻ പേപ്പർ. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ വലത് സൈഡിൽ മുകളിലായിട്ട് നമുക്ക് എന്ത് കാണാം, ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കോഡ് കാണാം. ആ കോഡ് എത്രയാണോ വരുന്നതെന്ന് വെച്ചാൽ അത് കറക്റ്റ് നമ്മൾ എന്ത് ചെയ്യണോ, ഇവിടെ ഫില്ല് ചെയ്യേണ്ടതാണ്. ഫോർ എക്സാമ്പിൾ ഒരു 63 ബാർ എന്നൊക്കെ പറഞ്ഞിട്ടൊരു നമ്പർ ആയിരിക്കും കാണുക. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം, ആ കോഡ് നമ്പറിന്റെ സ്ഥാനത്ത് ഫില്ല് ചെയ്യണം. അപ്പോൾ ശ്രദ്ധിച്ചാൽ മതി, നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അകത്താണ് എന്തുണ്ടാവുക, ഈ ഒരു കോഡ് നമ്പർ ഉണ്ടാവുക. അപ്പം കോഡ് നമ്പർ കഴിഞ്ഞാൽ നമുക്ക് അടുത്തത് ഫില്ല് ചെയ്യാനുള്ളത് സെറ്റ് നമ്പറാണ്. അതായത് നമുക്ക് തരുന്ന ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ABC എന്നിങ്ങനെ സെറ്റുകൾ ഉണ്ടായിരിക്കും. അതായത് നമുക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻ പേപ്പർ അയക്കില്ല നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന കുട്ടിക്ക് കിട്ടുക. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, നമ്മൾ തൊട്ടടുത്ത കുട്ടിയുടെ കോഡ് നമ്പർ നോക്കിയോ അല്ലെങ്കിൽ സെറ്റ് നമ്പർ നോക്കിയോ ഒക്കെ ഫില്ല് ചെയ്യുന്ന സമയത്ത് അതിൽ മാറ്റം വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സ്വന്തമായിട്ട് കിട്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അകത്ത് ഏത് സെറ്റ് നമ്പറാണോ വരുന്നത് ആ സെറ്റ് നമ്പറാണ് നമ്മൾ അവിടെ എന്ത് ചെയ്യേണ്ടത്, ഫിൽ ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ ഇവിടെ ഓപ്ഷൻസ് ഉണ്ടാവും, ABC എന്ന് പറഞ്ഞ 3 ഓപ്ഷൻസ് ഉണ്ടാവും. അതിലിപ്പോൾ നമുക്ക് A ആണ് കിട്ടിയിട്ടുള്ളെങ്കിൽ ആ Aയുടെ സ്ഥാനത്താണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, മാർക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക. അപ്പം 3 കോഡാണ് പ്രത്യേകമായിട്ട് കാണിക്കുക, ABC. അതിൽ ഏത് കോഡാണോ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളത് ആ കോഡ് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, രേഖപ്പെടുത്തുക. അതല്ലെങ്കിൽ നമ്മൾ ആൻസർ ഷീറ്റ് നോക്കുന്ന സമയത്ത് നമ്മൾക്ക് തന്ന ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൻസർ ആയിരിക്കില്ല നമ്മൾ എഴുതിയതായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ നമ്മുടെ മാർക്ക് കുറയാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, ഇനി ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ്, അതായത് എന്തെങ്കിലും ശാരീരികമായ പ്രശ്നങ്ങളുള്ളവരാണെങ്കിൽ, ഡിസബിലിറ്റി ഉള്ളവരാണെങ്കിൽ മാത്രം ഫില്ല് ചെയ്യേണ്ട കോളാണ്. അപ്പോൾ അത് നോർമലി നമുക്ക് ആവശ്യമില്ലാത്തതാണ്. അതായത് ഇനിയിപ്പോൾ ഉള്ളവരാണെങ്കിൽ, ഡിസബിലിറ്റി ഉള്ളവരാണെങ്കിൽ യെസ് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ റൈറ്ററിനെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, അതായത് സ്ക്രൈബിനെ വെച്ചാണെങ്കിൽ അതിനെന്ത് ചെയ്യണം, കോളം ഫില്ല് ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സ്ക്രൈബറിനെ വിഷ്വലി ചലഞ്ചഡ് ആണോ ഏതാണോ എന്ന് വെച്ചാൽ അതെന്ത് ചെയ്യണം, മെൻഷൻ ചെയ്യണം. അങ്ങനെയുള്ള കുറച്ച് ഡീറ്റെയിൽസ് ഉണ്ട്, അത് നിങ്ങൾ എന്ത് ചെയ്യേണ്ട, നോക്കണ്ട. അപ്പം നിങ്ങൾക്ക് മെയിനായിട്ട് ഫില്ല് ചെയ്യാനുള്ള കാര്യങ്ങൾ ഇത്രയാണ് ഈ ഒരു ഫസ്റ്റ് പോർഷനിൽ വരുന്നത്. സബ്ജക്റ്റ് കോഡ്, ഡേറ്റ്, ലാംഗ്വേജ് ഓഫ് ആൻസർ ഷീറ്റ്, പിന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കോഡ് നമ്പർ, സെറ്റ് നമ്പർ. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി ഈ ഒരു കോളത്തിലേക്ക് കടക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഫില്ല് ചെയ്യാനുള്ളത് നമ്മുടെ റോൾ നമ്പറാണ്. റോൾ നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എൻറോൾമെന്റ് നമ്പറാണ്. അത് നമ്മുടെ ID കാർഡ്, NIOSന്റെ ID കാർഡ്, അതുപോലെ തന്നെ തിയറിയുടെ ഹോൾ ടിക്കറ്റ്, പിന്നെ നമ്മുടെ ആധാർ കാർഡ് അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് പോലുള്ള ഏതെങ്കിലും ഒരു തിരിച്ചറിയൽ രേഖ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എക്സാമിന് പോകുമ്പോൾ കൊണ്ടുപോകേണ്ടത്. അപ്പം എക്സാം ഇപ്പോൾ ഒരു 2:30 ആണെങ്കിൽ നമ്മൾ 2:30 കൃത്യമാകുമ്പോൾ അവിടെ എത്തേണ്ടത്. അരമണിക്കൂർ മുമ്പെങ്കിലും എന്ത് ചെയ്യുക, നമ്മുടെ കോളേജിൽ അല്ലെങ്കിൽ നമുക്ക് കിട്ടിയിട്ടുള്ള സെൻറ്ററിൽ എന്ത് ചെയ്യുക, അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക. അപ്പോൾ റോൾ നമ്പർ എന്ന് പറയുന്നത് ഇപ്പം ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം നമ്മുടെ റോൾ നമ്പർ വരുന്നത് 09. അപ്പോൾ ആ 0 എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഫസ്റ്റ് കോളത്തിൽ ഇടുന്നു. അതായത് ഫസ്റ്റത്തെ ആ ഒരു ചെറിയ ബോക്സ് ഉണ്ടാവും, ബോക്സിൽ നമ്മൾ എന്ത് ചെയ്തു, 0 എന്ന് എഴുതുന്നു. അതിന് നേരെ തന്നെ വരുന്ന കോളത്തിൽ ആ 0 എന്ന് പറയുന്ന ആ ഒരു അക്കത്തിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, കറുപ്പിക്കുന്നു.
അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ PSC ഒക്കെ മുമ്പ് എഴുതിയവരാണെങ്കിൽ ഈ ഒരു കോളം ഫില്ല് ചെയ്യാൻ നമുക്ക് സുഖമായിരിക്കും. അതെല്ലാം ആദ്യമായിട്ടാണ് ഒരു എക്സാം, ഇങ്ങനെയുള്ളൊരു എക്സാം എഴുതാൻ പോകുന്നതെങ്കിൽ എന്ത് ചെയ്യുക, ഒന്ന് നന്നായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഫസ്റ്റ് നമ്മളെ കോളം 0 ആണെങ്കിൽ 0യിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, 0 എന്ന് അടയാളപ്പെടുത്തുന്നു. അതിൻ്റെ തൊട്ട് താഴെയുള്ള വരിയിൽ 0 എന്ന് പറയുന്ന ആ ഒരു നമ്പറിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, കറുപ്പിക്കുന്നു. ഓക്കെ, ഇനി രണ്ടാമത്തത് 09 ആണെന്ന് വിചാരിക്കുക. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, രണ്ടാമത്തെ കോളത്തിൽ 9 എന്ന് എഴുതുന്നു. അതിനുശേഷം അതിൻ്റെ നേരെയുള്ള കോളത്തിൽ 9 എന്ന് പറയുന്ന സംഖ്യ നമ്മൾ എന്ത് ചെയ്യുന്നു, കറുപ്പിക്കുന്നു. ഓക്കെ, കൃത്യമായിട്ട് അത് എന്ത് ചെയ്യുക, റൗണ്ട് ചെയ്ത് കറുപ്പിച്ച് വെക്കുക. ഓക്കെ, ഇനി ഇപ്പോൾ 0900 ആണ് നമ്പർ എന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ ആദ്യം നമുക്ക് വേണമെങ്കിൽ നമ്മുടെ എളുപ്പത്തിന് വേണമെങ്കിൽ റോൾ നമ്പർ ആദ്യം എഴുതി വെക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 09038234560 ആണ് നമ്മുടെ നമ്പർ എന്ന് വിചാരിക്കാം. ജസ്റ്റ് നിങ്ങളുടെ ഏത് നമ്പർ ആണോ എന്നുള്ളത് നിങ്ങളുടെ ID കാർഡിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യാണ്, ഒരു മോഡലിന് വേണ്ടി പറയുകയാണ്, ഇതാണ് നമ്മുടെ നമ്പർ എന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യുന്നു, 0ൻ്റെ നേരെയുള്ള കോളത്തിൽ 0 കറുപ്പിക്കുന്നു. രണ്ടാമത്തെ 9ൻ്റെ നേരെയുള്ള കോളത്തിൽ 9 കറുപ്പിക്കുന്നു. പിന്നെ 0 വീണ്ടും എന്ത് ചെയ്യുന്നു, ബബിൾ ചെയ്യുന്നു. ഇനി അടുത്തതിലും 0 ബബിൾ ചെയ്യുന്നു. പിന്നെ 3ൻ്റെ നേരെയുള്ള കോളത്തിൽ 3 എന്ത് ചെയ്യുന്നു, ബബിൾ ചെയ്യുന്നു. പിന്നെ 8 എന്ന് പറയുന്ന നമ്പറിൻ്റെ കോളത്തിൽ 8 എന്ത് ചെയ്യുന്നു, ബബിൾ ചെയ്യുന്നു. പിന്നെ 2 എന്ന് പറയുന്നത് ബബിൾ ചെയ്യുന്നു. 3 എന്നുള്ളത് ബബിൾ ചെയ്യുന്നു. അപ്പം എന്ത് ചെയ്യുക, കൃത്യമായിട്ട് താഴെ നോക്കുക നമ്മൾ ബബിൾ ചെയ്യുന്ന കോളം കറക്റ്റ് ആണോ എന്നുള്ളത്. കാരണം ഇതൊക്കെ എന്ത് ചെയ്യും, നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ അല്ലെങ്കിൽ ആൻസർ ഷീറ്റുമായിട്ടുള്ള കോഡ് വ്യത്യാസപ്പെടാനും അല്ലെങ്കിൽ നമ്മൾ ആൻസർ ഷീറ്റ് വാല്യൂ ചെയ്യാതിരിക്കാനൊക്കെ ഉള്ള കാരണമാവും. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, ഈ ഫില്ല് ചെയ്യുന്ന കാര്യം നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് കുറച്ച് സമയം എടുത്തിട്ട് തന്നെ എന്ത് ചെയ്യുക, ഫില്ല് ചെയ്യുക. തിരക്ക് കൂട്ടി ഫില്ല് ചെയ്ത് തെറ്റിക്കാനൊന്നും നിൽക്കണ്ട, സമയം എടുത്തിട്ട് ചെയ്താൽ മതി. ഒരു 10-15 മിനിറ്റ് നമ്മൾ ഇതിന് വേണ്ടി എടുത്താലും ഒരു വിഷയമില്ല. കാരണം എന്താണ്, ഇത് നമ്മുടെ മെയിൻ സംഭവമാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടുള്ളൂ നമ്മൾ ആൻസർ എഴുതിയാൽ കാര്യം ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇത് ഫില്ല് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അടുത്തത് ഫില്ല് ചെയ്യാനുള്ളത് സെൻറ്ററിൻ്റെ കോഡാണ്. അപ്പോൾ സെൻറ്ററിൻ്റെ കോഡ് എന്ന് പറയുന്നത് ഒന്നുകിൽ നമ്മുടെ ഹോൾ ടിക്കറ്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും, അതല്ലെങ്കിൽ അധിക സ്കൂളുകളിലും എന്ത് ചെയ്യാറുണ്ട്, ബോർഡിൽ അത് എഴുതി തരാറുണ്ട് ടീച്ചേഴ്സ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ബോർഡിൽ ഏത് സെൻറ്ററിൻ്റെ കോഡാണോ എഴുതി തന്നിട്ടുള്ള ആ സെൻറ്ററിൻ്റെ കോഡ് വെച്ചിട്ടാണ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വേദവ്യാസ സ്കൂളൊക്കെ കിട്ടിയ കുട്ടികളാണെങ്കിൽ അവരുടെ കോഡ് വരുന്നത് ഇപ്പോൾ 0900389 എന്നാണെന്ന് വിചാരിക്കാം. അപ്പോൾ അതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ബബിൾ ചെയ്യേണ്ടത്. ആ ബബിൾ ചെയ്യേണ്ട സംഖ്യ നമ്മൾ എന്ത് ചെയ്യണം, മുകളിൽ മെൻഷൻ ചെയ്യാൻ വേണം. ഈ ഒരു ബോക്സിൽ എന്ത് ചെയ്യണം, 0900389 എന്നുള്ള കാര്യം എഴുതാൻ വേണം. അതിൻ്റെ താഴെയുള്ള കോളം നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ വേണം, ബബിൾസ് ചെയ്യാൻ വേണം. അപ്പോൾ ശ്രദ്ധിക്കുക, ഈ സെൻട്രൽ കോഡ് എന്ന് പറയുന്നത് അഥവാ ടീച്ചർ ബോർഡിൽ എഴുതി തന്നിട്ടില്ലെങ്കിൽ ധൈര്യമായിട്ട് എന്ത് ചെയ്യുക, ടീച്ചേഴ്സിനോട് അവിടെ നിൽക്കുന്ന, അതായത് എക്സാം സെൻറ്ററിൽ ഡ്യൂട്ടിക്ക് നിൽക്കുന്ന ടീച്ചേഴ്സിനോട് നമുക്ക് എന്ത് ചെയ്യുക, ചോദിച്ച് മനസ്സിലാക്കാം ആ സെൻറ്ററിൻ്റെ കോഡ് ഏതാണെന്നുള്ളത്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതി തെറ്റിക്കാൻ നിൽക്കരുത്. മാക്സിമം എന്ത് ചെയ്യുക, അവിടെയുള്ള ടീച്ചേഴ്സിനോട് ചോദിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്തിട്ട് തന്നെ എന്ത് ചെയ്യുക, എഴുതാൻ നോക്കുക. പിന്നെ വരുന്നത് സബ്ജക്റ്റ് കോഡാണ് വരുന്നത്. അപ്പോൾ സബ്ജക്റ്റ് കോഡ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു, നമ്മുടെ ഹോൾ ടിക്കറ്റിൽ ഉണ്ടാവും ഓരോ എക്സാമിൻ്റെയും ഏത് സബ്ജക്റ്റാണ് ആ സബ്ജക്റ്റിൻ്റെ നേരെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, കോഡും മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് ആണ്, അത് നേരത്തെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ എഴുതിയിട്ടുണ്ട് സബ്ജക്റ്റ് കോഡ് എന്ന് പറയുന്നത്. അതിനിവിടെ ബബിൾസ് ചെയ്യാനും കൂടി ഉണ്ട്. ഏതാണ് കോഡ് വരുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മുടെ കോഡ് 302 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ 3ൻ്റെ കോളത്തിൽ ആദ്യം ബബിൾ ചെയ്യുന്നു. പിന്നെ നോട്ടിൻ്റെ കോളത്തിൽ അതുപോലെ തന്നെ 2 ഇവിടെ എഴുതാൻ വേണം കേട്ടോ, എഴുതാൻ വേണം. ആ എഴുതിയതിൻ്റെ താഴെയായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ബബിൾ ചെയ്യേണ്ടത്. അപ്പം നന്നായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ വരുന്നതാണ് നമ്മുടെ കാൻഡിഡേറ്റ് നെയിം ഇൻ ക്യാപിറ്റൽ ലെറ്റർ. അതായത് നമ്മുടെ പേര് എന്താണോ വരുന്നത് അത് കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ക്യാപിറ്റൽ ലെറ്ററിൽ തന്നെ അത് എഴുതേണ്ടതാണ്. ഇപ്പം കാൻഡിഡേറ്റ് നെയിം എന്ന് പറയുന്നത് ജസ്റ്റ് ശ്രദ്ധിക്കുക. ഇപ്പം എൻ്റെ പേരാണെങ്കിൽ അനുഷ എന്നാണ് എൻ്റെ പേരെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, അത് ക്യാപിറ്റലിൽ ഇവിടെ എഴുതി വെക്കുക. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, കാൻഡിഡേറ്റ് നെയിം എന്ത് ചെയ്യുക, ക്യാപിറ്റൽ ലെറ്ററിൽ തന്നെ നമ്മൾ എന്ത് ചെയ്തോളണം, എഴുതിക്കൊള്ളണം. അത് എഴുതിയതിന് ശേഷം അതിന് താഴെ വരുന്ന കോളം നമ്മൾ എന്ത് ചെയ്യണം, ബബിൾ ചെയ്യണം. ഇപ്പം ഫസ്റ്റത്തെ ലെറ്റർ എ ആണെങ്കിൽ നമ്മൾ എൻ്റെ നേരെ എന്ത് ചെയ്യുന്നു, ബബിൾ ചെയ്യുന്നു. രണ്ടാമത്തത് എൻ ആണെങ്കിൽ എന്നിൻ്റെ നേരെ നമ്മൾ എന്ത് ചെയ്യുന്നു, ബബിൾ ചെയ്യുന്നു. പിന്നെ യു എന്ന് പറയുന്ന കോളത്തിന് നേരെ എന്ത് ചെയ്യുന്നു, ബബിൾ ചെയ്യുന്നു. പിന്നെ വരുന്നത് എസ് എന്ന് പറയുന്ന കോളാണെങ്കിൽ ആ എസിന് നേരെ നമ്മൾ എന്ത് ചെയ്യുന്നു, ബബിൾ ചെയ്യുന്നു. പിന്നെ എച്ചിന് നേരെ ബബിൾ ചെയ്യുന്നു. പിന്നെ ലാസ്റ്റ് വൺ എ. അപ്പം ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മുടെ നെയിം ഫില്ല് ചെയ്യേണ്ടത്. അപ്പം ഇങ്ങനെയാണ് ഒരു മോഡൽ എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ ഇടയിലായിട്ട് കാൻഡിഡേറ്റിൻ്റെ സിഗ്നേച്ചർ ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, സിഗ്നേച്ചറും കൂടി ചെയ്യുക. അപ്പം ഇത്രയാണ് മെയിനായിട്ട് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ നമ്മുടെ ആൻസർ ഷീറ്റിൻ്റെ ഫ്രണ്ട് പേജ് ഫില്ല് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്. ഇതിൽ കൂടുതൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, പിന്നെ പുതുതായിട്ട് കഴിഞ്ഞ എക്സാമിൽ പറഞ്ഞിട്ടുണ്ടായി
അതായത് നിങ്ങൾക്ക് പഴയ ക്വസ്റ്റ്യൻ പേപ്പർ ആണോ പുതിയ ക്വസ്റ്റ്യൻ പേപ്പർ ആണോ എഴുതുന്നതെന്നൊക്കെ ഉള്ള ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ അതുകൂടി എന്ത് ചെയ്യുക, ഒന്ന് ഫില്ല് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക. അതായത് ഇപ്പം ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ മാറിയതുകൊണ്ട് തന്നെ കഴിഞ്ഞ പ്രാവശ്യം രജിസ്റ്റർ ചെയ്ത കുട്ടികൾക്കൊക്കെ പഴയ പേപ്പറും പുതിയ പേപ്പറും കൊടുത്തിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരു കോളം കൂടി ഇതിൽ എക്സ്ട്രാ വന്നിട്ടുണ്ട്. എന്താണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത്, പഴയ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മോഡലാണോ പുതിയതാണോ? അപ്പം അതിൽ ജസ്റ്റ് ടിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ട്. അപ്പോൾ പുതിയ കുട്ടികൾക്ക് അത് വലിയ ബാധകമായിരിക്കില്ല. എന്നാൽ കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് എക്സാം എഴുതിയതിൻ്റെ സപ്ലി എഴുതാൻ വരുന്ന കുട്ടികൾക്കോ അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ പോസ്റ്റ്പോൺ ചെയ്ത കുട്ടികൾക്കൊക്കെ അത് ബാധകമായിരിക്കും. ആ കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കുക. ഇത്രയാണ് മെയിനായിട്ട് നോക്കാനുള്ളത്. പിന്നെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, നമ്മൾ സെൻറ്റർ മനസ്സിലാക്കിയിട്ട് സമയം, അതായത് 2:30 ആണെങ്കിലും 2:30 വരെ വെയിറ്റ് ചെയ്യരുത്. അതിന് മുമ്പ് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ആ സ്കൂളുകളിൽ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. പിന്നെ എല്ലാവരും നല്ല രീതിക്ക് എക്സാം എഴുതാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു.